കർക്കിടകത്തിൽ കട്ടിട്ടായാലും ചേന കൂട്ടണം. ഈ പഴഞ്ചൊല്ല് കേൾക്കാത്ത മലയാളികൾ കാണില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പണ്ടുള്ളവർ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കുംഭമാസത്തിൽ നടുന്ന ചേന കർക്കിടകമാവുമ്പോൾ പകുതി വിളവെത്തി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ചേനയ്ക്ക് വേവ് കുറവായതിനാൽ മറ്റു മാസങ്ങളിലേതിനേക്കാൾ കൂടുതൽ രുചിയും ഈ സമയത്ത് ചേനയ്ക്കുണ്ടാകും. പണ്ട് കാലത്ത് കർക്കിടകം എന്ന് പറഞ്ഞാൽ കടുത്ത വറുതിയുടെയും പട്ടിണിയുടെയും കാലമായിരുന്നു. പുറത്തിറങ്ങി പണി ചെയ്യാൻ പറ്റാത്ത ആ സമയങ്ങളിൽ പറമ്പിലുള്ള ചേനയും അതിൻ്റെ തണ്ടുമൊക്കെയാണ് മലയാളി പട്ടിണി മാറ്റിയിരുന്നത്. ഇതിപ്പോൾ ഞാൻ കട്ടൊന്നുമല്ല കേട്ടോ പറിക്കുന്നത്, ഞാൻ തന്നെ കുംഭമാസത്തിൽ നട്ട ചേനയാണിത്. അപ്പോൾ ഇതിന് ഞാനൊരു ചാക്കിലായിരുന്നു നട്ടത്. കരിയിലയാണ് കൂടുതലും വെച്ചിരിക്കുന്നത്. കാര്യം നമുക്ക് വെയിറ്റ് ഒട്ടും ഇല്ലാതെ തന്നെ ഇത് ഇത്രയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് പറ്റി. ഈ കരിയിലയൊക്കെ വളരെ നല്ലൊരു വളമാണ് ഇതുപോലുള്ള ചേനക്കും ചേമ്പിനും ഒക്കെ. ചേനക്കും ചേമ്പിനും ഒന്നും നമ്മൾ ഒത്തിരി മണ്ണൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതേപോലുള്ള വേരുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ചേന മാത്രമായിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് ചേന കഴിക്കുന്നത് കൊണ്ട് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. കർക്കിടകത്തിൽ പൊതുവേ ദഹനശേഷി കുറവായിരിക്കും. ചേനയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ദഹനം എളുപ്പമാക്കും. കേവലം ഒരു മോഷ്ടിക്ക കഥയല്ല ഈ ചൊല്ലിന് പിന്നിൽ, മറിച്ച് നമ്മുടെ പൂർവികരുടെ അതിജീവനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കഥയാണ്. ഈ ചാക്കിലുണ്ടായിരുന്ന ഇലയൊക്കെ പകുതി കമ്പോസ്റ്റായി, ബാക്കി അതേപോലെ തന്നെയുണ്ട്. ഇതൊന്നും വെറുതെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതും ഇതേപോലുള്ള കാച്ചില്, ചേമ്പ് അങ്ങനെയുള്ള ചെടികൾക്ക് കാച്ചിലിനും ചേമ്പിനും ഒക്കെ മണ്ണിട്ട് കൊടുക്കുന്നതിനെക്കാട്ടും കരിയില ചേർന്ന് മണ്ണിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ വിളവെടുപ്പിൽ നമുക്ക് ആദ്യം കിട്ടിയ ഐറ്റം ചേനയാണ്. അപ്പോൾ ചേന നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ചേനയുടെ തണ്ടും അതിൻ്റെ ഇലകളും ഒക്കെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇത് കുഴപ്പമില്ല. കർക്കിടകത്തിൽ നമ്മൾ വിളവെടുത്തതാണല്ലോ, ഇത് ശരിക്കും ആയിട്ടില്ല. ഇത് ഇതിനേലും വലുതാവും. അപ്പോൾ നമുക്കിപ്പോൾ വളമൊക്കെ ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടിയൊക്കെ വലുതാവും. അപ്പോൾ നമ്മളത് വളമൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. കാര്യം നമുക്ക് കർക്കിടകത്തിൽ ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് നോക്കാൻ പോകുന്നത്. ചേന കൂടാതെ കർക്കിടകത്തിൽ ചേനയുടെ ഇലയും തണ്ടുമൊക്കെ കഴിക്കുന്നതും ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട്. നമ്മളെന്തായാലും ഇതിൻ്റെ തണ്ടും ഇലയും എടുക്കുന്നില്ല കേട്ടോ. കാര്യം നമ്മൾ തണ്ടെടുക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ തണ്ടിനോട് ചേർന്ന് എക്സ്ട്രാ ആയിട്ടൊരു തണ്ട് വരും. ആ തണ്ടാണ് എടുക്കേണ്ടത്. അതാണ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിങ്ങനെ ചെടിച്ചട്ടിയും ഗ്രോ ബാഗൊക്കെ നിറക്കുമ്പോൾ അതിൻ്റെ താഴെ ഇതൊക്കെ നമുക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കരിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിവിടെയുള്ള ചെടിച്ചട്ടിയിലൊക്കെ ഇതിൻ്റെ ഇലകളും തണ്ടുകളും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൽ ഇനിയും ചെടികളൊക്കെ നടാനുണ്ട്. അപ്പം ഞാനതൊക്കെ നടുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞു ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അതൊക്കെ നമുക്ക് ഇതിലേക്ക് മാറ്റണം. പിന്നെ നമ്മൾ വിളവെടുത്തത് കറിവേപ്പാണ്. ഇത് നമ്മുടെ കറിവേപ്പ് മരമാണ്. അപ്പോൾ ഇത് ഇതിന് നടന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് വിളവെടുത്തത് നാരങ്ങയാണ്. നാരങ്ങയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ നാരകമാണ്. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞ് അടുക്കളത്തോട്ടമാണ്. അപ്പോൾ ഇതിൽ കത്രിക്ക ആദ്യമായിട്ടുണ്ടായ വഴുതനങ്ങയാണിത്. അപ്പം അങ്ങനെ നമ്മളതിൻ്റെ വിളവെടുത്തു. പിന്നെ നമ്മൾ കത്രിക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കത്രിക്കയും വഴുതന, പീച്ചിങ്ങ ഇതൊക്കെ ഞാൻ നട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് ഒക്കെ കാണിക്കുന്നത് എൻ്റെ ഒരു ചെറിയൊരു അടുക്കളത്തോട്ടം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ചെറിയൊരു കൃഷിയാണ്. ഇതൊക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ തുടർന്നും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ മുളകോട് കൂടി നമ്മൾ ഇന്നത്തെ വിളവെടുപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുളക് നടുന്ന വീഡിയോസും അതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചാൽ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ താങ്ക് യു.